ശാന്തി. വെള്ളത്തെക്കുറിച്ചുള്ള 1-2 എപ്പിസോഡിൽ മുന്നേ ചെയ്തിട്ടുണ്ട്. വാട്ടർ എങ്ങനെ ചാർജ് ചെയ്യണം, വാട്ടർ എങ്ങനെ നമുക്ക് ഹീൽ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കണം എന്നൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. എങ്കിലും എങ്ങനെയാണ് 2 കപ്പ് മെത്തേഡിൽ വെള്ളം നമ്മളെ സഹായിക്കുന്നത്? ആ വെള്ളം കുടിച്ചാൽ തന്നെത്താൻ ഡ്രീം വന്നോളൂ എന്നൊക്കെയുള്ള പല ചോദ്യങ്ങളും എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്. അതിനുള്ള ഉത്തരമായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരികയാണ് എങ്ങനെയാണ് വെള്ളം നമ്മുടെ ശരീരത്തിൽ അതിന് സഹായിക്കുന്നത് എന്ന്. അമ്പലങ്ങളിൽ പോയിട്ട് തീർത്ഥം വാങ്ങി കുടിക്കുമ്പോൾ ശരീരത്തിൻ്റെ രോഗം മാറുന്നവരുണ്ട്. കൈയിട്ട് പ്രാർത്ഥിച്ച് വെള്ളം കൊടുക്കുമ്പോൾ മറ്റുള്ളവർക്ക് രോഗം മാറുന്നതായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഇതൊക്കെ ചെയ്യുമ്പോൾ ഉണ്ടാവുന്നതായിട്ടുള്ള സയൻസ് എന്താണ്? നമ്മൾ കുറച്ച് വെള്ളം എടുത്തിട്ട് ഒരു മനുഷ്യൻ്റെ മനസ്സിലെ തോട്ട്സ് എന്ന് പറയുന്നത് അത് വെള്ളത്തിൽ മാത്രമല്ല വായുവിലും ഖരപദാർത്ഥങ്ങളിലും എല്ലാം പ്രകമ്പനം ഉണ്ടാക്കിക്കൊണ്ട് പരക്കുന്ന ഒന്നാണ്. ഏറ്റവും അധികം മനുഷ്യൻ്റെ സങ്കല്പത്തെ അട്രാക്റ്റ് ചെയ്യാൻ കഴിയുന്നതായിരിക്കുന്ന ഒരു തത്വമാണ് ജലം എന്ന് പറയുന്നത്. അതുകൊണ്ട് 2 കപ്പ് മെത്തേഡിലോ അല്ലെങ്കിൽ വെള്ളം ചാർജ് ചെയ്ത് 1 കപ്പ് വെള്ളം എടുത്തിട്ട് ആ ചാർജ് ചെയ്ത് കുടിക്കുമ്പോഴോ സംഭവിക്കുമുണ്ടാകുന്നതായിട്ടുള്ള സയൻസ് ഞാൻ നിങ്ങൾക്കിന്ന് പറഞ്ഞു തരാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. കുറച്ച് വെള്ളം എടുത്തിട്ട് ആ വെള്ളത്തിൽ നമുക്ക് വേണ്ടതായിരിക്കുന്ന ഡ്രീം വിഷ്വലൈസ് ചെയ്തുകൊണ്ട് എനർജി അതിലേക്ക് പാസ് ചെയ്യുമ്പോൾ നോക്കിയിട്ട് വെള്ളത്തിൽ നോക്കിക്കൊണ്ട് ആ തോട്ട് ക്രിയേറ്റ് ചെയ്യാൻ ചിലർത്ഥം എൻ്റെ ആത്മാവിൻ്റെ സ്ഥാനത്ത് നിന്ന് ആ ഊർജ്ജം അതിലേക്ക് വൈബ്രേഷൻ അതിലേക്ക് സ്പ്രെഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ഞാൻ വിഷ്വലൈസ് ചെയ്യുന്ന ഒരു ഫുൾ ഹെൽത്ത്, ഒരു കംപ്ലീറ്റ് ഹെൽത്ത്. ആ ഹെൽത്തിനെ വിഷ്വലൈസ് ചെയ്തുകൊണ്ട് ഞാൻ വെള്ളത്തിലേക്ക് നോക്കുകയാണ്. ആ നോക്കുമ്പോൾ ആ വൈബ്രേഷൻ ഓട്ടോമാറ്റിക്കായിട്ട് ആ വെള്ളത്തിൻ്റെ മോളിക്കുലാർ സെറ്റിംഗ് ഓട്ടോമാറ്റിക്കലി അതനുസരിച്ചുള്ളൊരു പോസിറ്റീവായിരിക്കുന്ന വൈബ്രേഷൻസിലേക്ക് ഷേപ്പിലേക്ക് അത് മാറുകയും ചെയ്യും. ആ വെള്ളം നമ്മൾ കുടിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ വെള്ളം ചെന്നെത്തുന്നതോടെ ശരീരത്തിലെ എല്ലാ ജലത്തിൻ്റെ കണങ്ങളും ആ രീതിയിലേക്ക് പോസിറ്റീവ്ലി മോളിക്കുലാർ സെറ്റിംഗ് നടക്കും. ആ നടക്കുമുണ്ടാവുന്നതായിരിക്കുന്ന ഊർജ്ജം ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ മനസ്സിനും ഉപബോധ മനസ്സിലേക്കും എനർജീനെ ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് പുറത്തുനിന്നുള്ളതായിരിക്കുന്ന നെഗറ്റീവായിരിക്കുന്ന എഫക്റ്റിനെ ഒഴിവാക്കി പോസിറ്റീവായിട്ട് വെള്ളത്തെ ചാർജ് ചെയ്ത് ആ കണികകളെ ചാർജ്ഡാക്കി പോസിറ്റീവാക്കി മാറ്റിക്കൊണ്ട് അതിൻ്റെ സപ്പോർട്ടോടു കൂടി ശരീരത്തിലെ എല്ലാ കണികകളെയും ആ രീതിയിലേക്ക് പോസിറ്റീവാക്കി മാറ്റി നമ്മുടെ ബോധ മനസ്സിനും ഉപബോധ മനസ്സിനും ആ രീതിയിലുള്ള പ്രകമ്പനങ്ങളെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയുള്ള സപ്പോർട്ട് കൊടുക്കുകയാണ് വെള്ളം നമ്മൾ ചാർജ് ചെയ്ത് കുടിക്കുമ്പോൾ ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുന്നതിലൂടെ ഉപബോധ മനസ്സിന് കിട്ടുന്ന ഊർജ്ജത്തിൻ്റെ സഹായം അതിൽ നിന്ന് അതനുസരിച്ചുള്ള പോസിറ്റീവ് തോട്ട്സ് ക്രിയേറ്റ് ചെയ്യാനും എഗെയിൻ നമ്മളിലേക്ക് ആ പോസിറ്റീവ് തോട്ട്സിനെ എഗെയിൻ സ്പ്രെഡ് ആക്കാനും അത് അന്തരീക്ഷത്തിൽ നിന്ന് സിമിലർ ആയിരിക്കുന്ന എനർജി നമ്മളിലേക്ക് അട്രാക്റ്റ് ചെയ്യാനും സാധിക്കും. അതുകൊണ്ട് നിങ്ങളെപ്പോൾ വെള്ളം കുടിക്കുകയാണെങ്കിലും ആ വെള്ളം കുടിക്കുന്നേക്കാൾ മുന്നേ ഒരു 30 സെക്കൻഡ് സമയമെങ്കിലും ആ വെള്ളം കയ്യിലെടുത്ത് നിങ്ങളൊന്നുകിൽ ഭഗവാനെ ഓർമ്മിച്ച് പ്രാർത്ഥിച്ചിട്ട് അതല്ലെങ്കിൽ നമ്മുടെ ഡ്രീം അതിലേക്ക് പോസിറ്റീവ് തോട്ട്സ് നിറച്ചിട്ട് ആ വെള്ളം കുടിക്കുകയാണെങ്കിൽ അത് വളരെ വേഗം ആ വെള്ളം നമ്മുടെ മനസ്സിന് സ്വാധീനം ഉണ്ടാക്കും, നമ്മുടെ ശരീരത്തിൽ സ്വാധീനം ഉണ്ടാക്കും, നമ്മുടെ ഡ്രീം നമ്മളിലേക്ക് അട്രാക്റ്റ് ചെയ്യാൻ സഹായിക്കുകയും ചെയ്യും. അതുകൊണ്ട് വെള്ളം കുടിച്ചതുകൊണ്ട് ഡ്രീം അട്രാക്റ്റ് ചെയ്യപ്പെടുമോ എന്ന് ചോദിച്ചാൽ അതിൻ്റെ പിന്നിലെ സയൻസ് ഇതാണ്. ഇതിൻ്റെ സപ്പോർട്ടോടു കൂടി നമുക്ക് വളരെ വേഗം പോസിറ്റീവ് തോട്ട് ക്രിയേറ്റ് ചെയ്യാം, നമ്മളിലേക്ക് പോസിറ്റീവ് എനർജീനെ അട്രാക്റ്റ് ചെയ്യാൻ പറ്റുകയും ചെയ്യും. അതുകൊണ്ട് എപ്പോൾ വെള്ളം കുടിക്കുകയാണെങ്കിലും ഒന്നുകിൽ പ്രാർത്ഥിച്ചിട്ട് വെള്ളം കുടിക്കണം, അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡ്രീം വിഷ്വലൈസ് ചെയ്ത് ചാർജ് ചെയ്ത വെള്ളം കുടിക്കൂ, എപ്പോഴും ചാർജ് ആയിട്ടിരിക്കൂ. ഓം ശാന്തി. ദിവസം തോറും ജീവിത വിജയങ്ങൾക്ക് വെളിച്ചം വീശുന്ന പുത്തൻ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യൂ. നന്ദി.